സ്വാഗതം. ഇന്ന് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത് ഒരു സിമ്പിൾ ആൻഡ് ഈസി ചിക്കൻ ഫ്രൈഡ് റൈസ് ആണ്. ഇതെങ്ങനെയാണ് പ്രിപ്പയർ ചെയ്യുക, എന്തൊക്കെ സാധനങ്ങളാണ് ഇതിന് വേണ്ടിയെന്നുള്ളത് നമുക്കൊന്ന് നോക്കാം. ഇവിടെ 3 ചിക്കൻ ബ്രസ്റ്റ് പീസസ് ആണ് എടുത്തിട്ടുള്ളത്. അതിനെ ചെറിയ ചങ്ക്സ് ആയിട്ട് സ്ലൈസ് ചെയ്തെടുക്കാം. അങ്ങനെ നമ്മുടെ ചിക്കൻ പീസസ് എല്ലാം ചങ്ക്സ് ആയിട്ട് മുറിച്ചതിന് ശേഷം അതിനെ ഒരു അര നാരങ്ങയും കുറച്ച് ഉപ്പും ചേർത്ത് നന്നായിട്ട് കഴുകിയെടുക്കുക. അപ്പം നമ്മൾ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസസും പിന്നെ ഒരു പിടി ഗ്രീൻ പീസും ഒരു പിടി സ്വീറ്റ് കോൺ പിന്നെ 2 മുട്ട ഒരു പച്ചമുളക് പിന്നെ നമുക്ക് ആവശ്യത്തിന് എണ്ണയും പിന്നെ കുക്ക് ചെയ്ത് വെച്ച റൈസും ഇത്രയാണ് നമുക്ക് വേണ്ടിയത്. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ പാൻ ചൂടായതിന് ശേഷം ഞാൻ കുറച്ച് ഒലിവ് ഓയിൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. അതിന് ശേഷം നമ്മുടെ ചിക്കൻ ബ്രസ്റ്റ് പീസസ് ഒന്ന് കുക്ക് ചെയ്തെടുക്കാം. ഇതിന് വേണ്ടിയിട്ട് നമ്മൾ ജസ്റ്റ് ആ ചിക്കൻ പീസസും പിന്നെ കുറച്ച് ഉപ്പും കുരുമുളക് പൊടിയും മാത്രം ചേർത്തിട്ടാണ് ഇതിനെ കുക്ക് ചെയ്തെടുക്കുന്നത്. നമ്മുടെ ചിക്കൻ പീസസ് നന്നായിട്ട് കുക്കായതിന് ശേഷം അതിനെ മാറ്റി വെക്കുക. ഒരുപാട് ബ്രൗൺ അടിക്കൊന്നും വേണ്ട, ജസ്റ്റ് ഒന്ന് കുക്കായി കിട്ടിയാൽ മാത്രം മതി നമുക്ക്. അതിന് ശേഷം അതിനെ മാറ്റി വെക്കാം. അതിന് ശേഷം നമ്മുടെ അതേ പാനിൽ തന്നെ കുറച്ച് ഓയിൽ ഒഴിച്ചിട്ട് നമ്മുടെ സ്വീറ്റ് കോൺ ഒന്ന് ജസ്റ്റ് ഒന്ന് വഴറ്റിയെടുക്കുക. അപ്പോൾ നമ്മുടെ സ്വീറ്റ് കോൺ ഒരു 2 മിനിറ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം ഞാനിപ്പം ഇതൊക്കെ ചെയ്യുമ്പോൾ ഞാൻ മീഡിയം ഫ്ലെയിമിലാണ് കേട്ടോ ഇട്ടിരിക്കുന്നത്. അതിനുശേഷം നമുക്ക് കുറച്ച് ഗ്രീൻ പീസും ആ മുളകും ഒന്ന് ചേർത്ത് കൊടുക്കാം. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ ചേർത്ത് കൊടുക്കാം കേട്ടോ. പിന്നെ ഞാനിപ്പോൾ ക്യാരറ്റ് ഗ്രേറ്റഡും കൂടെ ചേർക്കുന്നുണ്ട്. നിങ്ങൾക്ക് ഇഷ്ടമുള്ള വെജിറ്റബിൾ, ഉള്ളി ചേർക്കണമെങ്കിൽ ഉള്ളി ചേർക്കാം, മഷ്റൂംസ് ചേർക്കാം. അങ്ങനെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് വെജിറ്റബിളാണോ നിങ്ങൾക്കത് ചേർത്ത് കൊടുക്കാം. പിന്നെ ഇത് റൈസ് ആയതുകൊണ്ട് കുട്ടികൾക്ക് കഴിക്കാനായിട്ടും അവരറിയില്ല ഇന്ന വെജിറ്റബിൾസ് കിടപ്പുണ്ടെന്നുള്ളത് അവർ കഴിച്ചോളും. അതുപോലെ തന്നെ ഇത്രയൊന്ന് വഴണ്ടി കിട്ടിയതിന് ശേഷം ഒരുപാട് ഇട്ടങ്ങ് അതിനെ ഒത്തിരി വഴറ്റണ്ട, അത് നല്ല ഫ്രഷായിട്ട് തന്നെ ഇരിക്കണം. അപ്പം നമ്മൾ ജസ്റ്റ് ഒന്ന് വാട്ടിയെടുത്താൽ മാത്രം മതി. അതിന് ശേഷം ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കുക. ഉപ്പ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് നമ്മുടെ മുട്ട ഒന്ന് ചിക്കിയെടുക്കാം. ഈ മിക്സിനകത്തോട്ട് തന്നെ ഇട്ട് മുട്ടയൊന്ന് ചിക്കിയെടുക്കാം. നമ്മുടെ മുട്ടയൊക്കെ നന്നായിട്ട് ചിക്കി എടുത്ത ശേഷം നമ്മളുടെ കുക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കൻ ആഡ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് ചിക്കൻ കുറച്ചും കൂടെ ചെറിയ പീസസ് ആക്കാം കേട്ടോ. അതിൽ വെച്ചിട്ട് തന്നെ ഇങ്ങനെ നമ്മുടെ തവി കൊണ്ട് തന്നെ മുറിച്ച് കൊടുത്താലും മതി. കുറച്ചും കൂടെ ചെറിയ പീസസ് ആയിട്ട് കടിക്കണ്ട എന്നുണ്ടെങ്കിൽ അതിനനുസരിച്ചിട്ട് നിങ്ങൾ മാറ്റി കൊടുത്താൽ മതി. പിന്നെ ഇതിനിപ്പോൾ നമ്മൾ ഓൾറെഡി എല്ലാം കുക്ക് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് അതിനെ ഒന്നും കുക്ക് ചെയ്യേണ്ട ആവശ്യമില്ല. ഇനിയിപ്പോൾ നമുക്ക് നേരെ നമ്മുടെ ചോറ് ആഡ് ചെയ്ത് കൊടുത്താൽ മാത്രം മതി. ആവശ്യത്തിന് ചോറ് ആഡ് ചെയ്ത് കൊടുക്കുക. അതായത് ആഡ് ചെയ്ത് കൊടുക്കുമ്പോഴത്തേക്കും ചോറ് കുറച്ച് കൂടുതലായിട്ട് കിടക്കണം. അപ്പോൾ നമ്മൾ ചോറ് ആഡ് ചെയ്ത് കൊടുത്തതിന് ശേഷം നമുക്ക് സോയാ സോസ് ആഡ് ചെയ്ത് കൊടുക്കാം. സോയാ സോസ് ഞാനിവിടെ ഒരു 2 ടേബിൾ സ്പൂൺ അടുപ്പിച്ച് ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. നിങ്ങളുടെ ഒരു ടേസ്റ്റിനും പുളി അല്ലെങ്കിൽ ആ ഒരു ഫ്ലേവർ അനുസരിച്ച് എത്ര വേണ്ടിയെന്ന് പറഞ്ഞാൽ അതിനനുസരിച്ചിട്ട് ആഡ് ചെയ്ത് കൊടുക്കുക. ഈവൻ ആഡ് ചെയ്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ റെഡിയാണ് കഴിക്കാനായിട്ട്. അപ്പോൾ നമ്മുടെ ഫ്രൈഡ് റൈസ് ഓൾമോസ്റ്റ് റെഡിയായി. വളരെ ഈസി ആയിട്ട് നമുക്ക് പ്രിപ്പയർ ചെയ്യാൻ പറ്റിയൊരു ഡിഷാണ്. എനിക്ക് തോന്നുന്നു എല്ലാം കൂടെ നമുക്കൊരു 10 മിനിറ്റിൻ്റെ ആവശ്യമേ ഉള്ളൂ. അത്രയ്ക്ക് സിമ്പിളായിട്ടുള്ളൊരു റെസിപ്പിയാണിത്. ജോലി കഴിഞ്ഞിട്ട് വന്നിട്ടോ ജോലിക്ക് പോകുന്നതിന് മുൻപോ ഒക്കെ നമുക്ക് വളരെ ഈസി ആയിട്ട് പെട്ടെന്ന് തന്നെ ചെയ്തെടുക്കാൻ പറ്റിയൊരു ഡിഷാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ ഇതേ കണ്ടോ, ഇങ്ങനെ സ്പൂൺ വെച്ചിട്ട് തന്നെ കുട്ടികൾക്ക് കോരി കഴിക്കാവുന്നതേ ഉള്ളൂ. അതുപോലെ അവർക്ക് സ്കൂളിൽ കൊണ്ടുപോകാനും പറ്റിയൊരു സ്കൂൾ ലഞ്ച് ഐഡിയ ആണിത്. ആരോ നമ്മുടെ ഫ്രൈഡ് റൈസ് മോഷ്ടിക്കാനായിട്ട് എത്തിയിട്ടുണ്ട്. എന്താണ് ഭാവം നോക്കാം. കൊള്ളാം, ഏറ്റവും പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ ആവശ്യമില്ലാത്ത ഒരു മസാല ഇട്ടിട്ടില്ല. നമ്മൾ ചിക്കൻ കുക്ക് ചെയ്യുന്ന സമയത്ത് ഇട്ട ആകെ അത്രയും കുരുമുളക് പൊടിയും ഉപ്പും മാത്രമേ നമ്മുടെ ഇതിനകത്ത് മസാല എന്ന് പറയാനായിട്ട് പറ്റുള്ളൂ. ബാക്കിയെല്ലാം നമ്മുടെ വെജിറ്റബിൾസും റൈസും പിന്നെ സോയാ സോസ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. അത് നിങ്ങളുടെ ഇഷ്ടപ്രകാരം ഓപ്ഷണലാണ്. വേണമെങ്കിൽ ആഡ് ചെയ്താൽ മതി, അല്ലെങ്കിൽ ആഡ് ചെയ്യണമെന്നില്ല. പിന്നെ നിങ്ങൾക്ക് ചിക്കന് പകരം പ്രോൺ വേണമെങ്കിലും റീപ്ലേസ് ചെയ്യാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്ത് മീറ്റാണോ അത് വെച്ചിട്ട് നിങ്ങൾക്ക് റീപ്ലേസ് ചെയ്യാം. ഈവൻ പനീർ വെച്ചിട്ട് പോലും നമുക്ക് ഈ ഒരു ഫ്രൈഡ് റൈസ് ഉണ്ടാക്കാവുന്നതാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. അടുത്തൊരു അടിപൊളി എപ്പിസോഡിൽ കാണുന്നവരെ ബൈ ബൈ.